വേണ്ടുന്നത് കട്ട് ചെയ്തിട്ട് വക്രിച്ച് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മത്സരിക്കുക. അപ്പൊ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്ന് ആരും കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. മിസ്യൂസ് ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും മിസ്യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പോഴും നമ്മൾ വാർത്തകളിൽ പറയാം, ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കാലത്ത് ലിപ്സ്റ്റിക് ഇട്ടാൽ മൂക്ക് എത്തുന്നതും നഖത്ത് ക്യൂട്ടച്ചിട്ടാൽ കാല് വെട്ടുന്നതും കല്ലെറിഞ്ഞ് കൊല്ലുന്നതും ഒക്കെ കാണുന്നത് മീഡിയയിലൂടെ നമുക്ക് കാണാമല്ലോ. അത് ഏത് വിഭാഗമാണോ, ഏത് മതമാണോ, ഏത് സംസ്കാരമാണോ, ഏത് ലോകമാണോ, ഈ ലോകത്ത് തന്നെ നടക്കുന്നത് അത്. അപ്പം നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാക്സിമം അവനവൻ്റെ എന്താ പറയുക സത്തയെ ഉൾക്കൊണ്ട് അത് കളഞ്ഞു കുളിക്കാതെ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ സ്ത്രീക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തുണിയുരിഞ്ഞ് മലന്ന് കിടന്നിട്ട് അവിടെ നെഞ്ചത്ത് കയറ്റി ചിത്രം വരപ്പിച്ചാൽ മോനെ കൊണ്ട് 18 വയസ്സുള്ള മോനെ കൊണ്ട് വരപ്പിച്ചാൽ ഓക്കെ. മീഡിയ എടുത്ത് അത് ലോകത്തോട് പ്രദർശിപ്പിച്ച ഒരുത്തി വന്നല്ലോ, മീഡിയയിൽ വന്നല്ലോ, അത് സ്വാതന്ത്ര്യം അനുഭവിക്കലാണോ? അത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഇവിടെ ഈ വേലിക്ക് ചുറ്റും എന്ത് വേണേൽ കാണിക്കാൻ യോഗ്യതയുണ്ട്. പക്ഷെ മീഡിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലോകത്തോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കാണിക്കാൻ ആരാ അവകാശം തന്നത് തുണിയുരിഞ്ഞ് കാണിക്കാൻ? അപ്പം അതിന് ചിത്രരചനയെന്നൊന്നും പറയരുത്. നമ്മുടെ കൾച്ചറിൽ ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. 70 വയസ്സ്, ഞാനൊരു ഉദാഹരണം ഇപ്പം പറയാം, ഈ പറഞ്ഞതിനോട് കണക്ട് ചെയ്ത് പറയാം. 8 വർഷമായിട്ട് കണ്ണ് കാണാതെ അമ്മ മരണക്കിടക്കയിൽ അറ്റാക്കുമായിട്ട് വന്ന് കിടക്കുന്നു. ഞാൻ കഥയൊക്കെ പറഞ്ഞു, ഞാൻ രാമായണ വേദിയിൽ നിന്ന് ഓടി വന്നു, നെഞ്ച് തടവി കൊടുക്കുന്നു. ICUയുടെ ആ ബഹളത്തിൻ്റെ ഇടയിൽ കയറാൻ പറ്റാതെ ശ്വാസം മുട്ടിക്കിടക്കുക. അപ്പോൾ താഴെ കൂടെ മൂത്രം പോകുന്നു, തൊണ്ട വരളു. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അമ്മ വേണ്ടെന്ന് പറയുന്നു, വെള്ളം ഒഴിച്ചാൽ മൂത്രം ഒഴിക്കണം. അപ്പം അതും നാണക്കേട് നമ്മളെ ചുമപ്പിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ തടവി കൊടുത്തിട്ട് നമ്മുടെ അറിവിൽ പറയാം, അയ്യോയുടെ കൂടെ പായും കൂടെ ചെയ്ത് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിയമ്മ, ദൈവത്തെ വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചാടി എഴുന്നേറ്റിട്ട് ഈ സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ കടിച്ചിട്ട് ഈ ബ്ലൗസ് നേരെ ഇടുക, കാലൻ കയറുമായിട്ട് അവിടെ നിൽക്കുന്നു, കണ്ണിന് കാഴ്ചയില്ല, 78 വയസ്സുണ്ട്, പക്ഷെ ബോധമുണ്ട്, ഇവിടെ ജനങ്ങൾ നിൽക്കുന്നുണ്ട്, നമ്മൾ മരിച്ചിട്ടില്ല എന്ന് ബോധമുള്ളതുകൊണ്ട് മാറ് എവിടെയെങ്കിലും ഈ ഞങ്ങളൊക്കെ പാല് കുടിച്ച ആ മാറുടെ എവിടെയെങ്കിലും ബ്ലൗസിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ടോ എന്നുള്ള വേവലാതി കാലിനെ നിർത്തിയിട്ട് പോലും മറച്ചു വെക്കാൻ കാണിക്കുന്ന ഒരു അമ്മയുടെ മഹത്വം ഒരു സ്ത്രീക്കുണ്ട്. ആ മഹത്വം മറക്കുന്നവരെ സ്ത്രീ എന്ന് പറയാനും അതിനുവേണ്ടി കോലാഹലം കൂട്ടാനും പുറകെ ഇംഗ്ലാവ് വിളിക്കാനും ജയ് വിളിക്കാനും നടക്കുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ വളർന്നതും ഞാൻ കണ്ടതും വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു തലത്തിലാണ് സ്ത്രീ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം എനിക്ക് എൻ്റെ അമ്മയെ പോലെ കാണാനേ പറ്റുള്ളൂ. അതല്ലാതെ അതിൻ്റെ വിപരീത വശമായിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് മീഡിയയെ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കുകയും അതിന് ഇംഗ്ലാവ് വിളിക്കാനും വരുന്നവരോട് നമുക്കൊന്നും പറയാനില്ല മോളെ. ഓക്കെ. അപ്പം ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അപ്പം അങ്ങനെ അതിൽ ചേട്ടൻ എതിരാണെന്നാണോ പറയുന്നത്? ഇത് വേറെ എവിടെയോ ഏതോ ഒരു നമ്മുടെ ബിഗ് ബോസിൽ വന്നൊരു ആർട്ടിസ്റ്റ് ജീൻസ് ഇടുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അത് പിടിച്ചു ചോദിച്ചായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നതേ, ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു റിയാലിറ്റി ഷോയിൽ രഞ്ജിനി ഹരിദാസായിരുന്നു കോമ്പയർ ചെയ്തത്. അപ്പൊ ഞാനത് വളരെ അത്ഭുതത്തോടെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ലൈവായിട്ട് കാണുന്നത് ആ സമയത്താണ്. പക്ഷെ അവളൊന്ന് ഇട്ട് വന്നത് ഒരു ഓഫ് വൈറ്റ് ഒരു സിൽക്ക് പോലത്തെ ഒരു ഷർട്ട്. അത് ഞാൻ എന്നെ പോലെ ഒരു ബട്ടൺസ് ഇവിടുന്ന് വിട്ടിട്ട് കറുത്ത തൊലിയോട് എങ്ങനെ കയറ്റുന്നല്ല സോക്സ് പോലത്തെ ഒരു പാൻറ്റും ഇത്രയും ഹീലുള്ളൊരു ഇത്, മുടി ഇത്രയല്ലേ ഉള്ളൂ. ആ സ്റ്റേജിൽ നിന്ന് കോമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്നങ്ങനെ വാ വിളിച്ച് നിന്ന്, കാരണം ആ ഒരു കടലൊഴുക്ക് പോലെ അല്ലെങ്കിൽ ഒരു അരുവി തള്ളി വരുന്നത് പോലുള്ള നോൺ സ്റ്റോപ്പായിട്ട് പഠിക്കാതെ നോക്കാതെ എല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഡ്രസ്സ് ആ ലുക്കിന് ചേരുന്ന ഇണങ്ങുന്ന അവക്ക് വേണ്ടി മാത്രം തയ്പ്പിച്ചിട്ട പോലെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പോലെ തോന്നി. മോഡേൺ ആണത്. പക്ഷെ ഞാൻ പറയുന്ന ആ സ്വാതന്ത്ര്യത്തെ ഇപ്പൊ പർദ്ദ ഇടാം, അത് അവരുടെ കൾച്ചറാണ്. ഇവിടെ ഹിന്ദുക്കളും UP ചെന്ന് കഴിഞ്ഞാൽ മുഖം മറയ്ക്കാതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും ലോകത്ത് എവിടെയായാലും മുഖം മറയ്ക്കുന്നത് അനുവദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയും. കാരണം കള്ളനും കൊള്ളക്കാർക്കും ചാരന്മാർക്കും മറ്റേ കൊലയാളികൾക്കൊക്കെ വികാരം സ്വൈര്യവികാരത്തിന് അത് വഴിയൊരുക്കും. അതുകൊണ്ട് സാമാന്യ ബുദ്ധിയിൽ പറയാം, മുഖം മറയ്ക്കാനുള്ള ആ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയും പേഴ്സണലായിട്ട്. ഇതിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും ചെയ്യോ ഹിന്ദോ ഇതൊക്കെ വിളിച്ചാലും എനിക്കൊന്നും പറയാനില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ്. പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ കണ്ണാടി നോക്കി നമ്മുടെ ശരീരം നോക്കിയിട്ട് നമുക്ക് ഇണങ്ങുന്ന ഇടാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വൃത്തി ഉണ്ടാവണം എന്നുണ്ട്, സ്ഥലകാല ബോധം വേണം. കല്യാണത്തിന് പോകുമ്പോൾ പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂ വെച്ച് ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടൊക്കെ വെച്ച് അത്തറിട്ട് പോകുന്ന പോലെ മരണ വീട്ടിൽ പോകരുത്. അത്രയേ ഉള്ളൂ. പിന്നെ കൈവണ്ടി വലിക്കുന്നവൻ, ഉച്ച ഉഷ്ണത്തിൽ കൈവണ്ടി വലിക്കുന്നവൻ AC ഹാളിൽ കല്യാണത്തിന് പുയ്യാപ്പിള നിൽക്കുന്ന പോലെ കോട്ട് സൂട്ട് വിട്ട് കൈവണ്ടി വലിക്കാൻ പോകരുത്. ആ സ്ഥലകാല ബോധം വേണം. അത്രയേ ഉള്ളൂ. അത് ഒന്ന് കീപ്പ് ചെയ്താൽ മതി. എന്നെ എനിക്ക് നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും എടുത്തോ, അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി.
ചേച്ചി ഇപ്പൊ ആളുടെ ദേഷ്യം ശരിക്കും കുറഞ്ഞിട്ടുണ്ടോ അന്ന് കണ്ടതിൽ വെച്ചിട്ട്? അത് മാറി. എന്ത് മാറ്റം ശരിക്കും കണ്ടത് ഇത്ര നാളത്തെ ഒരു ഇതിനിടയ്ക്ക്? നേരത്തെ മൂക്കുന്ന മുമ്പത്തായിരുന്നു ദേഷ്യം, എന്തെങ്കിലും കണ്ട പെട്ടെന്ന് ദേഷ്യമായി. അപ്പൊ അത് ഒത്തിരി കുറവ്. ശാന്തശീലനിലേക്ക്. അല്ല, അങ്ങനെ ആകണം മോനെ. കാരണം എന്താ വെച്ചാല് 30-ലുള്ള ചൂടും ചൂരും 60-ൽ കാണാൻ പാടില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാല് നമുക്കൊരു പഴം കിട്ടിയാല് പിഞ്ച് കായും ഒരു പിഞ്ച് മാങ്ങ എടുത്ത് കടിച്ചു, അതൊരു കവർപ്പും പുളിപ്പുണ്ടെന്ന് വെച്ചോ, അത് പഴുത്ത് നല്ല മഞ്ഞ ചുമന്നിരിക്കുമ്പോൾ നമ്മൾ എടുത്ത് കടിക്കുമ്പോൾ അതേ കയ്പും ചുവർപ്പും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ വലിച്ചെറിയത്തില്ലേ? ഇതുപോലെ കുറെ മുതിർന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. വയസ്സായാലും അടങ്ങാത്തതും അടങ്ങിപ്പോകാത്തതും ഭരിക്കാൻ വെമ്പുന്നതും കിട്ടിയത് പോരാത്തതുമായിട്ടുള്ള മുതിർന്നവരുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ പുറത്തിറങ്ങി പോകേണ്ടി വരും. ഇത് സ്വാഭാവികം, നമ്മളിത് കാണുന്ന. അതെ അതെ. അമ്മയെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടുന്നവരെല്ലാവരും അങ്ങനെയാണെന്നല്ല, അതിൽ കുറേ പേര് ഇങ്ങനെയുണ്ട്. നമ്മൾ കാല് പറഞ്ഞ പ്രായമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പക്വതപ്പെട്ട് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് നാമം ജപിച്ച് വിളിക്കുന്നിടം വരെ കാത്തിരുന്ന് പോകണമെന്നേ ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. നമുക്കൊരാളെയും, എൻ്റെയൊക്കെ ആഗ്രഹം ഇപ്പോഴും ഉണ്ടല്ലോ, ഈ ഒരു പക്ഷം ഇനിയിപ്പോൾ വേറെ നെഗറ്റീവായിട്ട് എടുക്കണ്ട, ഈ വൃദ്ധസദനമോ അല്ലെങ്കിൽ മുതിയോരില്ലോ ഒക്കെ ഉണ്ടല്ലോ, വയസ്സായവരെ പോറ്റുന്ന നല്ല മനസ്സുകളുടെ നല്ല ഇടവാണെങ്കിൽ നമ്മളൊക്കെ പ്രായമാകുമ്പോൾ മക്കളെ ആശ്രയിക്കാതെ അവിടെ പോകണമെന്ന് എൻ്റെ പക്ഷം. കാരണം കുറേ സമകാലീനമായിട്ടുള്ള സമപ്രായമുള്ള സമവേദനകളോ സന്തോഷമുള്ളവരുടെ ഇടയിൽ ജീവിക്കാമല്ലോ. വയസ്സായി കഴിയുമ്പോൾ മോനൊരു വഴിക്ക് പോകും, മരുമോൾ ഒരിടത്ത് വരും, പേരക്കുട്ടികൾ നമ്മളെ കണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ ഇല്ല, റേഷൻ കടയിൽ പോകണം, മരുന്ന് കഴിക്കാൻ പോകണം, പാല് വാങ്ങിക്കാൻ പോകണം, വരുന്നിടം കാത്തിരിക്കണം, അടുപ്പ് വന്ന് ഇവർ സല്ലപിച്ച് കഴിഞ്ഞ് വിളമ്പി തന്നെ തിന്നാനിരിക്കണം, വിളമ്പുമ്പോൾ ചിലപ്പോൾ കറുത്ത മോന്തയാണെങ്കിൽ അതും സഹിക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗുഡ് ബൈ, പണിയെടുത്തോടത്തോളം തന്നു കഴിഞ്ഞു, കെട്ടിച്ചും വിട്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി, വരുവാണെങ്കിൽ വാ, ഇല്ലെങ്കിൽ എവിടെ ഇരുന്നോ. ഞാനങ്ങ് പോകും. ചേച്ചിക്ക് അങ്ങനെ തന്നെയാണോ? ഞാനങ്ങ് പോകും. ഒന്നുകിൽ ഞാൻ നമ്മുടെ അഴിച്ചു വെച്ചത് ഇട്ടിട്ട് ഉത്തമമായ സന്യാസിന്റെ യോഗ്യത അന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകും, അതിലേക്ക്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല, നമ്മൾ ബാധ്യതയായിരുന്നു. പേരക്കുട്ടിയെ എടുത്തു, അതിന്റെ കൊച്ചിന്റെ നൂലുകെട്ടും കണ്ടിട്ടും പോത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിച്ചു പോകാൻ പാടില്ലെന്ന്. പണ്ട് രാജാക്കന്മാരെ കണ്ടില്ലേ, 14 വയസ്സിൽ രാജുവാരെ ഏൽപ്പിച്ചിട്ട് പതിവ്രതയായ ഭാര്യയും കൂട്ടിക്കൊണ്ട് കാട്ടിലോട്ട് പോവാം, രാജ്യം എല്ലാം ഉപേക്ഷിച്ച് പോവാം. കാട്ടിൽ പുലി തിന്നോ തീ പിടിച്ച് ചത്തോ ഒന്നും അറിയണ്ട, ആരും അന്വേഷിക്കില്ല, ഇവിടെയും വരത്തില്ല അവിടെയും വരത്തില്ല, തീർന്നു. നമ്മളിപ്പോഴും പേരക്കുട്ടികൾ അത് ഇത് എന്നെ തിന്നില്ല തന്നില്ല കൊന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കടിപിടിയാ. പിള്ളേർക്കും ഭാരം, ഇവർക്കും ഉപദ്രവം. അത് രണ്ടും അല്ലാതിരിക്കണമെങ്കിൽ രണ്ടുപേരും സമരസപ്പെട്ടു പോകണം. ഈ യങ്സ്റ്റേഴ്സിനെ ഉൾക്കൊണ്ട് ഈ മുതിർന്നവർ അനുസരിച്ചും പാകപ്പെട്ടും വരണം. അല്ലെങ്കിൽ അവരുടെ ത്യാഗം മനോഭാവം മനസ്സിലാക്കി അവരിലേക്ക് അനുനയപ്പെട്ട് ഇവർ പറഞ്ഞു അല്ലേ. ഇത് രണ്ടുമില്ലെങ്കിൽ രണ്ടിടത്ത് പോയിരിക്കുന്നതാണ് നല്ലത്. ചേച്ചിക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ? പോകുന്നോ കൂടെ? അല്ല ചേച്ചി പിന്നെ ഇത്ര നാളായി സിനിമയിലും സീരിയലിലൊക്കെ ഇപ്പൊ അധികം ഇല്ല, എപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ എൻ്റെ ഭർത്താവിനെ പഴയ ആ ഒരു സ്റ്റാർഡത്തിലേക്ക് തിരിച്ചു വരണം, സീരിയലിലൊക്കെ വിറപ്പിച്ചിരുന്ന വില്ലനെ എനിക്ക് കാണണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വരാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എന്തെങ്കിലും നല്ല ക്യാരക്ടർ വരുവാണെങ്കിൽ ചെയ്യട്ടെ.